ഞാൻ പറഞ്ഞല്ലോ, ഞാനെന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ കാര്യം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടികൾ ചെയ്യും. അതിൻ്റെ ഒന്നാം ഘട്ടമായി വിത്തിൻ 24 hours ഒരു പരാതി പോലും ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം രാജിവെച്ചു. ബാക്കി പാർട്ടി അത് പരിശോധിക്കും, അന്വേഷിക്കും. അതിനൊരു പ്രൊസീജിയറുണ്ട്, സിസ്റ്റമുണ്ട്. എന്നിട്ട് നോക്കാം. പിന്നെ ഈ പറയുന്ന ആളുകൾ, ബഹളം ഉണ്ടാക്കുന്ന ആളുകളൊക്കെ അവരുടെ കാര്യത്തിൽ അവരെന്താണ് ചെയ്യുന്നത് എന്ന് അവരൊരു ആത്മപരിശോധന നടത്തണമല്ലായിരിക്കും. ഒരു കോടതി വിധിയോ ഒരു FIR-ഓ അതല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള റിട്ടേൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളിലോ ഒക്കെ വരുന്നതിന്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ആരോപണ പരിസരം ഉയർന്നപ്പോൾ അതിൽ രാജ്യസന്നദ്ധത പാർട്ടി നേതൃത്വത്തെ അറിയിക്കുകയും പാർട്ടി നേതൃത്വമായിട്ട് ആലോചിച്ചിട്ട് തന്റെ രാജിയും അയാൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബീഹാറിൽ ഒരു യാത്രയിൽ പങ്കെടുക്കാൻ പോകുന്നതിന്റെ കാര്യത്തിലൊക്കെ ഒളിച്ചോടി, മുങ്ങി എന്നൊക്കെ വാർത്തകൾ കൊടുക്കുന്ന, ടൈറ്റിൽ കൊടുക്കുന്ന മാധ്യമ പ്രവർത്തനം അത് ശരിയാണോ എന്നുള്ളത് മാധ്യമങ്ങൾ തന്നെ വിലയിരുത്തിയാൽ മതി എന്നുള്ളത്. And I think this chapter is over because he has resigned from the Youth Congress. So far to the party, no complaint has come from any person, any woman or any family against Rahul. From the party, we didn't receive any complaint. We came to know from various media where some people are complaining. So Rahul said it very clearly what he has said, and he has resigned from the Youth Congress. It is not a legal battle, it is not a complaint against the battle which we are doing. It is on a moral ground what Rahul has decided and he has done. And I will ask now the other parties, they should also do the same way. He has not been removed, he has resigned. Even today also I spoke to the KPCC president. We didn't get any kind of complaint, and not in the police station also there is no FIR lodged against him. That chapter 2 days before is over. I will ask the opposition party to look into their party matters first and then tell about Congress. നമസ്കാരം. യുവതികളുടെ പരാതിയിൽ പാർട്ടിയെ നാണക്കേടിന്റെ പടുകുഴിയിലാഴ്ത്തിയ രാഹുലിനെ ഇനിയും ചുമക്കണോ എന്നതിൽ കോൺഗ്രസിൽ ഭിന്നാഭിപ്രായമോ? യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതോടെ വിവാദം അവസാനിച്ചുവെന്നും പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല എന്നുമാണ് ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുടെ പ്രതികരണം. എന്നാൽ രാഹുലിനെതിരെ കൂടുതൽ നടപടിയുണ്ടാകുമെന്ന സൂചനയാണ് VD സതീശന്റെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത്. ആരോപണങ്ങളിൽ കൂടുതൽ വിശദീകരണം നൽകാൻ വാർത്താ സമ്മേളനം വിളിച്ച രാഹുൽ മാങ്കൂട്ടം അവസാന നിമിഷം വാർത്താ സമ്മേളനം റദ്ദാക്കി. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്മാറ്റം എന്നാണ് സൂചന. ഇതിനിടെ വനിതാ കമ്മീഷൻ രാഹുലിനെതിരായ ആരോപണത്തിൽ സ്വമേധയാ കേസെടുത്തതോടെ നിയമപരമായും രാഹുലിന് കുരുക്ക് മുറുകുകയാണ്. രാഹുലിന്റെ രാജി ആവശ്യം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് CPIM-ഉം BJP-യും. രാഹുലിനെ സംരക്ഷിക്കുന്നത് VD സതീശനും ഷാഫി പറമ്പിലും എന്നാണ് വിമർശനം. വിമർശനങ്ങളെ മറികടന്ന് രാഹുലിനെ സംരക്ഷിക്കാൻ കോൺഗ്രസിനാകുമോ? നേതാക്കൾ ഇടയുമ്പോൾ രാഹുൽ രാജിയിലേക്കോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ കോൺഗ്രസ് നേതാവ്, ശ്രീകുമാർ മനയിൽ രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ഷാനിബ് CPIM നേതാവ്, ഒപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ മുതിർന്ന മാധ്യമപ്രവർത്തകർ എന്നിവരാണ് ചർച്ചയുടെ ഭാഗമാകുന്നത്. ആദ്യം ശ്രീകുമാർ മനയിൽ, ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് എത്താൻ ആവശ്യപ്പെട്ടിരുന്നു. വാർത്താ സമ്മേളനം പ്രതീക്ഷിച്ചിരുന്നതാണ്. മാധ്യമങ്ങളെല്ലാവരും രാഹുലിന് എന്തു പറയാനുണ്ട് എന്നതറിയാൻ എത്തിയിരുന്നു. അത് രാഷ്ട്രീയവും, അതായത് കേരള രാഷ്ട്രീയം ഒന്നാകെ ഉറ്റുനോക്കിയതുമാണ്. പക്ഷേ അവസാന നിമിഷം ആ വാർത്താ സമ്മേളനം റദ്ദാക്കുകയുണ്ടായി. ഇപ്പോഴും അതെന്തിന് എന്നത് വ്യക്തമല്ല. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? എന്തുകൊണ്ടായിരിക്കാം രാഹുലിന് അവസാന നിമിഷം വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നത്? അഭിലാഷേ, എന്തുകൊണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ രാജി, MLA സ്ഥാനത്ത് നിന്നുള്ള രാജി ഇനി വൈകിക്കും തോറുന്നു കോൺഗ്രസും UDF-ഉം കൂടുതൽ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് വഴുതി വീണുകൊണ്ടേയിരിക്കും. കാരണം ഇപ്പോൾ പുറത്തു വരുന്ന ഓഡിയോ
ഡയലോഗ്സ്, ഓഡിയോ കോൺവെർസേഷൻസും മറ്റു കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ കേസ് വരാനുള്ള സകല സാധ്യതകൾ ഇപ്പോൾ കാണുന്നുണ്ട്. അത് ഏത് തരത്തിൽ വരുമ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ കേസ് വന്നതിന് ശേഷം രാജിവെക്കുന്നതിനേക്കാൾ കുറെ കൂടെ നല്ലത് ഈ ഒരു വിഷയം ഉയർന്നു വന്ന കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന്റെ രാജി തീരുമാനമാക്കുകയും നേതൃത്വം ഇടപെട്ട് തീരുമാനമാക്കുകയായിരുന്നു വേണ്ടത്. ഇത് വഷളാകാൻ വേണ്ടി ഓരോ ദിവസവും ഇങ്ങനെ വച്ച് നീട്ടിക്കൊണ്ടിരിക്കുന്നത് UDF-നും കോൺഗ്രസിനും, പ്രത്യേകിച്ച് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ അത്യാവശ്യം നല്ലൊരു ഭൂരിപക്ഷത്തിന് ഒരു UDF മന്ത്രിസഭ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇടുത്തി പോലെ ഈ ഒരു രാഹുൽ വിവാദം ഉണ്ടാകുന്നത്. അത് തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളുടെ അയാളുടെ എന്താ പറയാ അവധാനതയില്ലായ്മയും ശ്രദ്ധക്കുറവും ജാഗ്രത കുറവും ഒക്കെ ഇതിനകത്തുണ്ട്. അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ രാജി എഴുതി വാങ്ങാൻ അല്ലെങ്കിൽ MLA സ്ഥാനം രാജിവെപ്പിക്കാൻ ഇവർ മടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അല്ല, അവിടെയാണല്ലോ ഇവർ കൃത്യമായി പ്രതിരോധം തീർക്കുന്നത്. സമാനമായ ആരോപണം നേരത്തെ CPIM-ന്റേതുൾപ്പെടെയുള്ള MLA-മാർക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. പാർട്ടിയിൽപ്പെട്ടവരും, അതായത് കോൺഗ്രസിൽ പോലും ഇത്തരത്തിലുള്ള വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോലും നിയമസഭയിൽ ഉൾപ്പെടുന്ന MLA-മാർ, കോൺഗ്രസിന്റെ MLA-മാർ ഉൾപ്പെടെയുള്ളവർക്ക് നേരെ ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ സമാന സ്വഭാവം എന്ന് പറയുന്നില്ല എങ്കിൽ പോലും ഏതാണ്ട് സാമ്യമുള്ള വിഷയങ്ങളിൽ വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അവരൊന്നും MLA സ്ഥാനം രാജിവെച്ചിട്ടില്ലല്ലോ എന്നുള്ളതാണല്ലോ ആ പ്രതിരോധം. ഹലോ അഭിലാഷ്, ഞാനത് പറഞ്ഞുതരാം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത്. ഹലോ, പറഞ്ഞോളൂ. ഹലോ, ഞാനത് പറഞ്ഞുതരാം എന്താ സംഭവം വെച്ചാൽ ഈ ഇപ്പൊ മുകേഷിനൊക്കെ എതിരായുള്ള ആരോപണം എന്ന് പറയുന്നത് അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ എന്ന് പോലും ചിന്തിക്കാത്തൊരു കാലത്ത് നടന്ന ഒരു സിനിമയുടെ ഭാഗം അല്ലെങ്കിൽ സിനിമാ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്ന ഒരു ഇൻസിഡന്റ് ആണ് ഇപ്പോൾ പൊങ്ങി വന്ന അദ്ദേഹത്തിനെതിരെ ആരോപണമായിട്ട് വന്നു. അന്ന് അദ്ദേഹം MLA ഒന്നും ആയിരുന്നില്ല. ഈ രണ്ടാമത് കോൺഗ്രസിലെ കാര്യങ്ങൾ നോക്കാം. എൽദോസ് കുന്നപ്പള്ളിയുടേതായാലും ഈ പറയുന്ന M. വിൻസിന്റേതായാലും അതെല്ലാം ഈ പാർട്ടി അറിയുന്നപ്പോഴാണെന്ന് അറിയാമോ? ഈ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയം ഒരു കേസ് ആയപ്പോഴാണ് പാർട്ടി ഇപ്പോൾ ഇത് അറിയുന്നത്. കാരണം അത് തികച്ചും വ്യക്തിപരമായ ചില വിഷയങ്ങളുടെ പുറത്തുണ്ടാവുകയും കേസായപ്പോൾ, ആരോപണം ഉയർന്ന് കേസായപ്പോൾ മാത്രം പാർട്ടി അറിയുകയും ചെയ്തതാണ്. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് അങ്ങനെയല്ല. കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് പാർട്ടിയുടെ മുന്നിൽ രാഹുലിന്റെ ഇത്തരം പെരുമാറ്റങ്ങളുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ പരാതി പറഞ്ഞവരെയും ഈ ഇരകളെയും എല്ലാം ഏറെക്കുറെ എല്ലാ പാർട്ടി നേതാക്കൾക്കും അറിയാം. അപ്പോൾ ഇവർക്കാർക്കും ഇടപെട്ട് ഇതിൽ നിന്നും അയാളെ മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ രാഹുൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമ്പോഴും MLA ആയിരിക്കുമ്പോഴും അതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരിക്കുമ്പോൾ ഈ കാലയളവിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ ഇതിനകത്തൊരു ഒരു വ്യക്തിപരം എന്ന് എടുക്കാൻ പറ്റില്ല. മറ്റേ വിൻസെന്റിന്റെയോ അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പോലെ തികച്ചും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഇഷ്യൂ പെട്ടെന്ന് കേസായി മാറുമ്പോൾ പാർട്ടി അറിഞ്ഞ സംഭവമല്ല. മറിച്ച് ഉന്നത നേതാക്കളടക്കം പലപ്പോഴും ഇടപെടാതെ മാറി നിൽക്കുകയും ഇങ്ങനെ ഒരു വിഷയമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പാർട്ടിക്കുള്ളിൽ ഒരു 3.5 വർഷമായിട്ടെങ്കിലും ഇതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് ഒരു വിഷയമായി കഴിഞ്ഞാൽ പാർട്ടിക്കും മുന്നണിക്കും വലിയ തോതിൽ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഇവർക്ക് അറിയുകയും ചെയ്യാം. അതാണ് ഇന്ന് VD സതീശൻ പറഞ്ഞത്. അതിനുള്ള അടുത്ത സ്റ്റെപ്പിലേക്ക് ഞങ്ങൾ പോകുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് സ്റ്റെപ്പിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടായില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ചാർജ് ഷീറ്റ് കൊടുത്ത മറ്റ് 2 MLA-മാരെ പോലെ അത് കൃത്യമായിട്ട് വ്യക്തിപരമായിരുന്നു. അത് പാർട്ടി അറിയുന്നത് കേസായപ്പോൾ ഒരു വിഷയം വന്നപ്പോൾ ഇതങ്ങനെയല്ല. 3.5 വർഷമായിട്ട് ചർച്ച നടത്തുന്നുള്ള കാര്യം ഞാനടക്കമുള്ള മാധ്യമപ്രവർത്തകർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം, പാർട്ടി നേതാക്കൾക്കും അറിയാം. പല തവണ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. ഒരാൾ പോലും ഇടപെട്ട് അത് വിലക്കാനോ അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ അല്ലെങ്കിൽ പാർട്ടിയും മുന്നണിയുമാണ് നാണക്കേടിലേക്ക് പോകുന്നത് സൂക്ഷിക്കണം എന്ന് പറയാനോ ഉണ്ടായില്ല. ആ ഒരു അവധാനത കുറവ്, ജാഗ്രത കുറവ് പാർട്ടി അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ സംരക്ഷണം ഒരുക്കുന്നത് ആരായിരിക്കാം? കാരണം ഈ പ്രതിഷേധം നയിക്കുന്നത്, അതായത് CPIM-ഉം BJP-യും ഒരുപോലെ രാജി ആവശ്യം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഉന്നയിക്കപ്പെടുന്ന പ്രധാന വിമർശനം എന്നത് VD സതീശനും ഷാഫി പറമ്പിലുമൊക്കെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും സംരക്ഷണം ഒരുക്കുന്നത് എന്നാണ്. പക്ഷേ സതീശന്റെ വാക്കുകളിൽ അത്തരത്തിലല്ല പ്രകടമാകുന്നത്. സതീശൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഇത് ആദ്യ സ്റ്റെപ്പാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഷാഫിയുടെ വാക്കുകൾ അങ്ങനെയല്ല. ഷാഫി ഇപ്പോഴും ഒരു പരിധിവരെയെങ്കിലും ആ സംരക്ഷണം ഒരുക്കുന്നു എന്ന് വേണം നമുക്ക് ആ വാക്കുകളെ മനസ്സിലാക്കാൻ. എന്റെ അഭിലാഷെ, ആര് സംരക്ഷണം ഒരുക്കിയാലും അതിന്റെ സമയമെല്ലാം കഴിഞ്ഞുപോയി. സംരക്ഷണം ഒരുക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉയർന്നു വന്നപ്പോൾ ഇതെല്ലാം ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരുന്നു. ഇതെല്ലാം കൈവിട്ട് പോയിട്ട് ഈ MLA എന്ന് പറയുന്ന ആളും
അദ്ദേഹത്തിന്റെ ഇരകളും തമ്മിലുള്ള കോൺവെർസേഷൻ അടക്കം കൃത്യമായി പുറത്തു വന്നു. അത് ആരുടെ ശബ്ദമാണ് തിരിച്ചറിഞ്ഞ് കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഇത് ഇങ്ങനെ കൃത്യവും വ്യക്തവുമായി കിടക്കുമ്പോൾ പിന്നെ എങ്ങനെ എന്ത് സംരക്ഷണം ഒരുക്കാൻ കഴിയുന്ന നിങ്ങൾ ഈ പറയുന്നത്? ഒരു സംരക്ഷണം ഒരുക്കാൻ കഴിയില്ല. ഇത് എന്താ പറയാ, ഈ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ മോശമായതിൽ നിന്നും കൂടുതൽ മോശമായതിലേക്ക് പോകുക എന്നുള്ളതിലെ ബാഡ് ടു വേഴ്സ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ മോശമായതിൽ നിന്നും കൂടുതൽ മോശമായതിലേക്ക് പോകുക എന്നത് കവിഞ്ഞിട്ട് ഒരു സംരക്ഷണം ആർക്കും ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും താല്പര്യങ്ങളുടെ പുറത്തായിരിക്കാം. അതിന്റെ ഫലം അനുവദിക്കേണ്ടത്, അതിന്റെ പിഴ കൊടുക്കേണ്ടത്, അതിന്റെ പെനാൽറ്റി കൊടുക്കേണ്ടത് പാർട്ടിയും മുന്നണിയുമായിരിക്കും. കാരണം 6 മാസമുള്ളൂ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്. CPM എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് നിരായുധീകരിക്കപ്പെട്ട് കേരള ജനതയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇന്നാ പിടിച്ചോ വാളെന്നും പറഞ്ഞ് അവരുടെ കയ്യിലേക്ക് വച്ചു കൊടുക്കുന്ന ഇടപാടാണ് ഇപ്പൊ നടന്നത്. ഇനിയെങ്കിലും നേതൃത്വം ഇടപെട്ട് അയാളെ MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിച്ചാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടാഴ്ചക്കുള്ളിൽ നിയമസഭ കൂടും. അവിടെയൊക്കെ ഒന്ന് മുഖം രക്ഷിച്ച് നിൽക്കാം. അതല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ഇനിയും നാറുകയുള്ളൂ. അഡ്വക്കേറ്റ് തൗഫീഖ് രാജൻ, എന്തുകൊണ്ടാണ് ഈ പ്രതിസന്ധി കോൺഗ്രസിന് മനസ്സിലാകാതെ പോകുന്നത്? ഇനിയും രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരുന്നത് അങ്ങേയറ്റം അപകടകരമാണ് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഈ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്നവരും അല്ലെങ്കിൽ പൊതു നിരീക്ഷകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുമ്പോഴും അത് കോൺഗ്രസിന് ബോധ്യപ്പെടാതെ പോവുകയാണോ? അഭിലാഷെ, അത്തരത്തിൽ കോൺഗ്രസിന് യാതൊരു തരത്തിലുമുള്ള ആശങ്കയുടെ അടിസ്ഥാനമില്ല. ഇവിടെ വല്ലാത്ത രീതിയിൽ കോൺഗ്രസിനെ വേട്ടയാടാൻ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാൻ, കോൺഗ്രസിനെ കൂട്ടായി ആക്രമിക്കാനൊക്കെ ആസൂത്രിതമായ നീക്കമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ അഭിലാഷിനോട് വളരെ കൃത്യമായി ചോദിക്കാം. ഇവിടെ രണ്ട് രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെയും മുകേഷിന്റെയും കാര്യം രണ്ടും രണ്ടാണ് എന്ന് എനിക്ക് മുമ്പ് സംസാരിച്ച പ്രതിനിധിയൊക്കെ വ്യക്തമാക്കി. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ രാജ്യത്ത് പീപ്പിൾ റെപ്രസെന്റേഷൻ ആക്ട്, അതായത് ജനപ്രാതിനിധ്യ നിയമം എന്നൊരു നിയമമുണ്ട്. ആ നിയമത്തിൽ ഒരു MLA, ഒരു ജനപ്രതിനിധി അയോഗ്യനാകത്തക്ക വിധത്തിൽ എന്തൊക്കെ കാരണത്താലാണ് അയോഗ്യനാകുന്നത് എന്നത് സംബന്ധിച്ച് വ്യക്തമായി സെക്ഷൻ 7 മുതൽ സെക്ഷൻ 10A വരെ വളരെ വ്യക്തമായി എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫൈ ആകാം എന്ന് സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഈ കൺവെക്ഷൻ അടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് പോകുന്നതെങ്കിലാണ് അത്തരത്തിൽ MLA പദവി അടക്കം ഉപേക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് ഇത്തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ മന്ത്രി പദവി രാജിവെച്ചിട്ടുണ്ട്. CAK ശശീന്ദ്രൻ അടക്കം മന്ത്രി പദവികൾ രാജിവെച്ചത് നമ്മൾ കണ്ടതാണ്. പക്ഷെ അദ്ദേഹം MLA പദവി രാജിവെച്ചു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ ഹിയർസേ ആണ്. ആരും വ്യക്തമായ തരത്തിലുള്ള ഒരു പരാതിയുമായി ഇതുവരെ രംഗത്ത് വന്നിട്ടില്ല. ഒരു പോലീസ് കംപ്ലൈന്റ് അദ്ദേഹത്തിനെതിരെ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു FIR കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിലും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇല്ല. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമായും അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് ഒരു ആരോപണം ഉയർന്നു, ഓഡിയോ സന്ദേശങ്ങൾ വന്നു, ഇത്തരത്തിൽ സ്ക്രീൻഷോട്ടുകൾ പുറത്തു വന്നു. അതിന്റെ ആധികാരികത അടക്കം താങ്കൾ പറയുന്ന ജനപ്രാതിനിധ്യ നിയമത്തിലെ സാങ്കേതികത്വം എനിക്കും ബോധ്യപ്പെടും. എങ്ങനെയാണ് ഒരു MLAക്ക് ആ പദവി നഷ്ടമാകുന്നത് എന്നത്. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിക്ക് ചില ഉത്തരവാദിത്തങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അതാണല്ലോ ശ്രീകുമാർ മനയെ സൂചിപ്പിച്ചത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഒരുക്കങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് ഇത് ആദ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നല്ല. പക്ഷേ മാധ്യമങ്ങൾക്കടക്കം അറിയാമല്ലോ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലും ഒരാൾ, ഒരു ഇരയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണത്തിനോ വെളിപ്പെടുത്തലിനോ തയ്യാറാകാതെ നമുക്കൊരു വ്യക്തിയെക്കുറിച്ച് അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ താങ്കൾ പറയുന്ന പരാതി സാങ്കേതികമായില്ല, ഇത് മാധ്യമങ്ങളല്ല വാർത്ത സൃഷ്ടിച്ചത് എന്ന് താങ്കളെ ഓർമ്മപ്പെടുത്തട്ടെ. മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു യുവതി, അതും തനിക്ക് മകളെപ്പോലെ വേണ്ടപ്പെട്ടവൾ എന്ന് പറഞ്ഞത് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ്, VD സതീശനാണ്. അങ്ങനെ ഒരു പെൺകുട്ടി വന്ന് വെളിപ്പെടുത്തുമ്പോൾ അതാണ് പിന്നീട് വാർത്തയാകുന്നത്. അതിന് പിന്നാലെയാണ് നിരവധി സ്ത്രീകളുടെ ഇന്നും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിൻ്റെ ശബ്ദം അടക്കം പുറത്തുവിടുന്നു. അത് ആ വ്യക്തിയുടെ സ്വകാര്യതയെ മാനിച്ചുകൊണ്ട് മാത്രമാണ് ആ ഏത് പെൺകുട്ടിയോടെ ഏത് യുവതിയോടെ എന്നതൊക്കെ മാധ്യമങ്ങൾ മറച്ചുവെക്കുന്നത്. അഭിലാഷ, എനിക്ക് പറഞ്ഞതൊന്ന് പൂർത്തിയാക്കാൻ അനുവദിക്കണം. ഞാൻ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അതായത് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മാധ്യമങ്ങളാണ് ആരോപണം ഉയർത്തിയത് എന്നല്ല പറഞ്ഞത്. മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിൽ ആരോപണം വന്ന ഘട്ടത്തിൽ സ്വാഭാവികമായിട്ടും വലിയ തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിനെതിരെ ഇത്തരം ഉയർന്ന ഘട്ടത്തിൽ ആരോപണ വിധേയൻ എന്നുള്ള നിലയിൽ ആ ധാർമ്മികത മുൻനിർത്തിക്കൊണ്ട് മണിക്കൂറുകൾക്കകം, അങ്ങേക്ക് അറിയാമല്ലോ, മണിക്കൂറുകൾക്കകം
അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെച്ചിട്ടുണ്ട്. പാർട്ടി അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചു. പാർട്ടിയും ആ തീരുമാനത്തോടൊപ്പം നിന്നു. സ്വാഭാവികമായിട്ടും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി അതല്ലേ വേഗത്തിൽ ഒരു സംഘടനയ്ക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനം. അതിനപ്പുറത്തേക്ക് MLA പദവി രാജിവെക്കണമെന്ന് ശാസ്ത്രി പിടിക്കുമ്പോഴാണ് അതിന് ഇരട്ടത്താപ്പ് വ്യക്തമാകുന്നത്. ഇവിടെ തന്നെയാണ് വേറെ കംപ്ലൈന്റ്. അത് പ്രസക്തമല്ലേ? അല്ല, തീർച്ചയായും താങ്കൾ പറയുന്നത് പോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി ഒഴിഞ്ഞു, ശരിയാണ്. പക്ഷേ ശ്രീ ഷാനിബ്, കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് ഇത്തരം നിലപാടുകളുമായി അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും മനോവൈകൃതം എന്ന് തന്നെ ഇതിനെ പറയേണ്ടതുണ്ട്. കാരണം കൂടുതൽ വെളിപ്പെടുത്തലുകളും മറ്റു വിവരങ്ങളും ഒന്നും പുറത്തേക്ക് വിടുന്നില്ല. പക്ഷെ പുറത്തു വന്നതിൽ തന്നെ ഇത് വ്യക്തമാണല്ലോ. ഒരു കോൺഗ്രസ് പ്രവർത്തകന് ചേരുന്ന തരത്തിലുള്ള പെരുമാറ്റമോ ഇടപെടലോ സ്ത്രീകളോടുള്ള മനോഭാവമോ ആണോ രാഹുൽ പങ്കുവെക്കുന്നത് എന്നത് ഈ വെളിപ്പെടുത്തലുകളിലൂടെ വ്യക്തമാണ്. അപ്പോൾ താങ്കൾ ഈ പറയുന്ന ജനപ്രാതിനിധ്യ നിയമം എന്നതിനപ്പുറത്ത് പാർട്ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് പ്രസക്തിയില്ലേ? ആ പാർട്ടിയിലെ ഒരു പ്രവർത്തകന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം? അയാളുടെ സ്വഭാവം എന്തായിരിക്കണം? അയാൾ ഒരു കോൺഗ്രസിന്റെ ലേബലിലുള്ള MLA ആയിരിക്കുമ്പോൾ അയാൾ പുലർത്തേണ്ട മാന്യത, സഭ്യത ഒക്കെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയുമില്ലേ? എന്നോടാണ് ചോദ്യമെന്ന് താങ്കളോടാണ് ചോദ്യം. ഞാൻ വളരെ കൃത്യമായി തന്നെ അതിലേക്കാണ് പറഞ്ഞത്. അപ്പോഴാണ് അങ്ങ് ഇടപെട്ടത്. സ്വാഭാവികമായിട്ടും ഒരു സംഘടന എന്നുള്ള രീതിയിൽ, സംഘടന എന്നുള്ള തലത്തിൽ കോൺഗ്രസിന് ഇടപെടാൻ കഴിയുന്നത് ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി, ഏറ്റവും സുപ്രധാനമായ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പോഷക സംഘടന എന്നുള്ള നിലയിൽ അതിന്റെ അധ്യക്ഷ പദവി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു വഹിച്ചിരുന്നത്. അദ്ദേഹത്തിനെതിരെ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്ന ഘട്ടത്തിൽ അദ്ദേഹം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അഭിലാഷെ, ഒരു സ്ത്രീ പേര് പോലും പറയാതെ ആരോപണം നടത്തിയപ്പോ മണിക്കൂറുകൾക്കകം ശ്രീ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയിലൂടെ മാതൃകാപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്, മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയാണ് കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത് എന്നങ്ങ് മനസ്സിലാക്കണം. ഇതേ സാഹചര്യത്തിൽ തന്നെ അപ്പുറത്ത് തന്നെ സംഭവിക്കുന്നത് അങ്ങ് അതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. CPM നേതൃത്വം ഈ വിഷയത്തിൽ താങ്കൾ ഉദാഹരണമായി പറയാൻ പോകുന്ന പേരുകൾ ഇപ്പോൾ അത് മുകേഷിന്റേതാകാം, ഗണേഷിന്റേതാകാം, അതൊക്കെ ഉദാഹരണമായി പറയുന്ന ഇല്ലില്ല അഭിലാഷെ, അതിലേക്ക് വരുമ്പോൾ തന്നെ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്റർ, CPMന്റെ സംസ്ഥാന സെക്രട്ടറി, ഞാൻ അങ്ങ് പറഞ്ഞ പേരുകളിലേക്ക് ഇപ്പൊ പോകുന്നില്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഫെബ്രുവരി മാസം 2025 ഫെബ്രുവരി 2-ാം തീയതി നടത്തിയ ഒരു പ്രസ്താവന ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മുകേഷ് MLA ആയി തുടരും, കേസിൽ കോടതി തീരുമാനം വരട്ടെ, അന്തിമ തീരുമാനം വന്നിട്ട് മറ്റു കാര്യങ്ങൾ നോക്കൂ. ഫെബ്രുവരി 2-ാം തീയതി 2025 നടത്തിയ പ്രസ്താവനയാണ്. അവിടെ നിന്ന് ഓഗസ്റ്റ് 22, 2025 രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന ഘട്ടത്തിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് പൊതു ആവശ്യം. തെളിവുകൾ സഹിതം മറ്റൊരു നേതാവിനും ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ടില്ല. ഗോവിന്ദൻ മാസ്റ്ററിന്റെ 2 പ്രസ്താവനയാണ്. എന്റെ അഭിലാഷേ, ഇത് പൂർണ്ണമായും വ്യക്തമല്ലേ? ഇതിൽ കൂടുതൽ എന്ത് ക്ലാരിറ്റിയുടെ ആവശ്യമാണ്? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഇവിടെ ഇരട്ടത്താപ്പ് സമീപനമാണ്. CPMനോടൊപ്പം ചേർന്ന് നിന്നാൽ ഇതെല്ലാം വെള്ളപൂശും, എല്ലാം ക്ലിയർ ആണ്. അത് നമ്മൾ പലപ്പോഴായി ചർച്ച ചെയ്യുന്നു. അതായത് CPIM ചെയ്യുന്നില്ല, BJP ചെയ്യുന്നില്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണോ? ഇത് പാർട്ടിക്കുള്ളിൽ തന്നെ നേരത്തെ ശ്രീകുമാർ മനയിൽ സൂചിപ്പിച്ച കാര്യം തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്ന സാഹചര്യമല്ലേ? പാർട്ടിക്കകത്ത് തന്നെ വലിയൊരു വിഭാഗം ഇങ്ങനെ ഒരു MLA വേണ്ട എന്ന നിലപാടിലല്ലേ? എന്തുകൊണ്ടാണ് തൗഫീഖ് ഇന്നിപ്പോൾ 5 മണിക്ക് മുമ്പ് വാർത്താ സമ്മേളനം ഉണ്ടാകും, 5 മണിയോടുകൂടിയെങ്കിലും മാധ്യമങ്ങളെ കാണും എന്നാണല്ലോ പ്രതീക്ഷിച്ചിരുന്നത്. രാഹുൽ മാങ്കൂട്ടം തന്നെയാണല്ലോ മാധ്യമപ്രവർത്തകരോട് എത്താൻ പറഞ്ഞത്. ആ വാർത്താ സമ്മേളനം മാറ്റിവെക്കേണ്ടി വന്നുവെങ്കിൽ തീർച്ചയായും പാർട്ടിക്കകത്ത് ഇത് വലിയ തോതിൽ പുകയുന്ന ഒന്നായി മാറിയിട്ടുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അഭിലാഷേ, ഈ വാർത്താ സമ്മേളനം സംബന്ധിച്ച് ഇപ്പോ നിങ്ങളുടെ വാർത്തകളിലൂടെ അടക്കം, ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളുടെ വാർത്തകളിലൂടെയാണ് ഞാൻ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടെ നിൽക്കുമ്പോൾ തന്നെ അങ്ങിവിടെ സ്വാഭാവികമായിട്ടും പറഞ്ഞു കോൺഗ്രസ് പാർട്ടിക്കകത്ത് വലിയ രീതിയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഒരു അഭിപ്രായ വ്യത്യാസത്തിന്റെയും ആവശ്യമില്ല അഭിലാഷേ. ഇവിടെ പ്രതിപക്ഷ നേതാവ് അടക്കം, കേരളത്തിന്റെ KPCCയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് MLA അടക്കം, ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ MP അടക്കം, ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും, ശ്രീ രമേശ് ചെന്നിത്തല അടക്കം ഞങ്ങളുടെ എല്ലാ നേതാക്കന്മാരും
ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ട ഘട്ടത്തിൽ വ്യക്തത വരുത്തി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ആരും ഒളിച്ചോടി ഒരു സമീപനമായി മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അല്ല, പക്ഷേ താങ്കളൊന്ന് ആലോചിച്ച് നോക്കൂ. താങ്കൾ ഈ ചർച്ചയുടെ ഭാഗമാകുന്നതിന് മുമ്പ് ദീപാദാസ് മുൻഷിയുടെ പ്രതികരണവും ഷാഫി പറമ്പിലിന്റെ പ്രതികരണവും വി.ഡി. സതീശന്റെ പ്രതികരണവും ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഈ ചർച്ച ആരംഭിച്ചത് അവരുടെ പ്രതികരണങ്ങളിലൂടെയാണ്. അതിൽ ദീപാദാസ് മുൻഷി എന്താണ് പറയുന്നത്? ഒരു പരാതിയും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല, പാർട്ടിക്ക് മുന്നിൽ പരാതിയില്ല, ഇത് അടഞ്ഞ അധ്യായമാണ്, ഈ വിവാദം അടഞ്ഞ അധ്യായമാണ് എന്ന് പറയുന്നു. ഷാഫി പറമ്പിൽ ഏതാണ്ട് താങ്കൾ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. FIR ഉണ്ടോ, കോടതി വിധിയുണ്ടോ, എഴുതി നൽകിയ ഒരു പരാതിയുണ്ടോ എന്ന് ചോദ്യം ചോദിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത് ആ മട്ടിലല്ല. ഇത് ഒരു തുടക്കം, അതായത് നടപടിയുടെ ആദ്യ നടപടി എന്നത് മാത്രമാണ്. അതിൽ നിന്ന് ഇനിയും നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതികരണങ്ങളിൽ പോലും ഉണ്ട് വൈരുദ്ധ്യം. തൗഫീഖ്, അഭിലാഷ, ഒരു വൈരുദ്ധ്യത്തിന്റെയും ആവശ്യകതയില്ല, അത്തരത്തിലൊരു സംശയത്തിന്റെ പോലും പ്രസക്തിയില്ല. അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ വിഷയം ഗൗരവമായി പരിശോധിക്കും, വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കും. പരാതി പോലും ഇല്ലാതിരുന്നിട്ടും മണിക്കൂറുകൾക്കകം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു. അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോ ഇത്രയുമാണ് വളരെ ക്ലിയർ ആയി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം അദ്ദേഹം CPM-നെ വിമർശിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയത്. അതായത് കോഴിയുമായി അടക്കുന്നതിന് പ്രകടനം നടത്തുന്നതിനെ അടക്കം അദ്ദേഹം വിമർശിച്ച ഹാസ്യാത്മകമായി വളരെ ക്ലിയർ ആണ് അദ്ദേഹം പറഞ്ഞത്. കോഴി ഫാം നടത്തുന്ന ആളുകളാണ് ഇത്തരത്തിൽ വലിയ വിമർശനങ്ങളുമായി വരുന്നത് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റിലേക്കാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പോയത്. അപ്പൊ സ്വാഭാവികമായിട്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനോ കേരളത്തിലെ KPC പ്രസിഡന്റിനോ ഇല്ലെങ്കിൽ കേരളത്തിന്റെ മറ്റ് നേതാക്കൾക്കോ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കോ ആർക്കും തന്നെ ഇതിനു മുമ്പിൽ അവർക്ക് പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മാധ്യമങ്ങളെ കാണും എന്ന് പറയുന്ന ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കണ്ടിരിക്കും. അത് പാർട്ടി നേതൃത്വവുമായി ആലോചിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ തീരുമാനിക്കുന്ന സമയത്ത് അങ്ങനെ തൗഫീഖ് പറയരുത്. ശരിയാണ്, മാധ്യമങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ പിന്നാലെ പോകാറുണ്ട്. സാമൂഹിക വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ അവരുടെ പ്രതികരണം തേടാറുണ്ട്. അതിനെ പൊതുസമൂഹത്തിൽ നിന്ന് ഞങ്ങൾക്ക് നേരെ വലിയ വിമർശനമൊക്കെ ഉയരാറുണ്ട്. അതിനെയൊക്കെ ഞങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യാറുണ്ട്. പല ചടങ്ങിലും പങ്കെടുക്കുമ്പോൾ മറ്റു വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ചോദിക്കാമോ എന്നൊക്കെ പബ്ലിക്കിൽ നിന്ന് ഞങ്ങളോടും ചോദ്യങ്ങൾ ഉയർത്താറുണ്ട്. പക്ഷേ ഈ വിഷയങ്ങളിൽ ഇവരുടെ മറുപടി എന്ത് എന്നത് ഇമ്മീഡിയറ്റായി ഞങ്ങൾ തിരയാറുണ്ട്. അത് ഞങ്ങളും സമ്മതിക്കുന്നു. പക്ഷേ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആവശ്യപ്രകാരമാണ് തൗഫീഖ് മാധ്യമങ്ങൾ എത്തിയത്. ഇന്ന് രാഹുൽ മാങ്കൂട്ടം വാർത്താ സമ്മേളനത്തിന് വിളിച്ചതിന് ശേഷമാണ് എത്തിയത്. ആ വാർത്താ സമ്മേളനമാണ് മാറ്റിവെക്കുന്നത്, അല്ലാതെ മാധ്യമങ്ങൾ ആവശ്യപ്പെട്ട വാർത്താ സമ്മേളനമല്ല. അഭിലാഷെ, മാധ്യമങ്ങളെ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണേണ്ട സമയത്ത് കാണേണ്ടതുപോലെ തന്നെ കാണും. അക്കാര്യത്തിൽ ഒരു ആശങ്കയും വേണ്ട. നിങ്ങൾക്ക് കൃത്യമായി അദ്ദേഹം ഈ വിമർശനം വന്ന ഘട്ടത്തിൽ മണിക്കൂറുകൾക്കകം അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ലേ? അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അത് മാധ്യമങ്ങളെ നേരിട്ട് കണ്ട് ന്യൂസ് 18 അടക്കമുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ടറുമായി സംസാരിച്ച ശേഷം മുഴുവൻ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞ ശേഷമാണ് അദ്ദേഹം പോയത്. അല്ലാതെ അദ്ദേഹം ഒളിച്ചോടുന്ന ഒരു സമീപനവും ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പാർട്ടി നിലപാട് പറയേണ്ട ആരാണ്? KPC പ്രസിഡന്റ് അല്ലേ? മുന്നണിയുടെ നിലപാട് MLA ആണ് അദ്ദേഹം. അതുമായി ബന്ധപ്പെട്ട് ഇവർ കൃത്യമായി എല്ലാ ദിവസവും നിങ്ങൾ ഇത് സംബന്ധിച്ച് പ്രതികരണം ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടില്ലേ? സ്വാഭാവികമായിട്ടും മറ്റ് ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളെ കാണേണ്ട ഘട്ടം വരുമ്പോ, മാധ്യമങ്ങളെ കാണേണ്ട സമയം വരുമ്പോ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരിക്കും. ശ്രീ ഷാനിബ്, താങ്കൾ ശ്രദ്ധിച്ചു കാണും തൗഫീഖിന്റെ പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. അതായത് പ്രതിഷേധക്കാരുടേത് ഇരട്ടത്താപ്പ് മാത്രമാണ്, അതിനപ്പുറത്ത് കോൺഗ്രസ് ഇപ്പോൾ പ്രതിസന്ധിയൊന്നും നേരിടുന്നില്ല. കോൺഗ്രസ് ഒരേ സ്വരത്തിൽ തന്നെയാണ് നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്നുള്ളതാണ്. പക്ഷേ പ്രതികരണങ്ങളിൽ നിന്ന് അങ്ങനെയല്ല മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിഷയത്തിൽ രാജി എന്ന ആവശ്യം നിലപാട് ഘടിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ MV ഗോവിന്ദന്റെ പ്രതികരണം വരുമ്പോഴും രാജിയാണ് വേണ്ടത് എന്ന ആവശ്യത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടുന്നത്. പക്ഷേ എന്തുകൊണ്ട് സമാനമായ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ CPIയും ഇതുപോലെ നിലപാട് സ്വീകരിച്ചില്ല എന്ന പ്രതിരോധമാണ് അവർ ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുന്നത്? ശ്രീ ഷാനിബ്, ഇവിടെ എന്തൊക്കെയാണ് ഇപ്പോ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്?
എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? രാഹുൽ പത്രക്കാരെ കാണേണ്ട സമയത്ത് പത്രക്കാരെ കാണും. അയാൾ രാജിവെച്ചില്ലേ? യൂത്ത് കോൺഗ്രസിന്റെ ഇതിൽ നിന്ന് രാജിവെച്ചില്ലേ? എന്താണ് സംഭവം? ഏത് കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഇന്ന് ഏറ്റവും അവസാനം കേരളത്തിലെ ജനങ്ങൾ കേട്ട ആ വോയിസ്, അത് അഭിലാഷം കേട്ടിട്ടുണ്ടാവില്ലേ? ഏത് രീതിയിലാണ് ഈ MLA ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത്? ആ പെൺകുട്ടി തിരിച്ചു കൊടുക്കുന്ന മറുപടി എന്താണ്? അതെല്ലാം ഈ കേരളത്തിലെ ജനങ്ങൾ കേട്ടും കണ്ടും ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇവർ എന്ത് രീതിയിലാണ് ഇതിനെതിരെ മറുപടി പറയാൻ പോകുന്നത്? ഇതൊക്കെയാണോ ഇവരുടെ മറുപടി? ഇവിടെ ജനപ്രാതിനിധ്യ നിയമത്തെ കുറിച്ചെല്ലാം പറയുന്നു. അതുകൊണ്ടാണോ ഇപ്പോഴും അയാൾ MLA ആയി തുടരുന്നത്? ഞാൻ ചോദിക്കുന്നത്, ധാർമ്മികത എന്ന് പറയുന്ന ഒരു അല്പമെങ്കിലും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരാൾക്ക് ഇതുപോലെ പറയാൻ സാധിക്കും? ഒരു ചെറുപ്പക്കാരനല്ലേ തൗഫീഖ്? ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവില്ലേ? സുഹൃത്തുക്കൾ ഉണ്ടാവില്ല? അദ്ദേഹത്തിന്റെ സഹോദരന്മാരുണ്ടാവില്ലേ? അദ്ദേഹത്തിന്റെ വീട്ടിൽ സ്ത്രീകൾ ഉണ്ടാവില്ലേ? ഒരു പെൺകുട്ടിക്ക്, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു കോൺഗ്രസ് നേതാവിന്റെ മകളെ പോലും ഇതുപോലെ ക്രൂരമായ അദ്ദേഹത്തിന്റെ ഫാന്റസിക്കായി ഉപയോഗിച്ചതിന്റെ വാർത്തകൾ പുറത്തു വരുന്ന ഈ ഘട്ടത്തിൽ പോലും അയാളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെ തൗഫീഖ് തരം താഴുന്നു എന്നുള്ളത് എത്രത്തോളം വിഷമകരമാണ്. ഈ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലുള്ളത് ആകെ 4-5 പെൺകുട്ടികളാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 4-5 സ്ത്രീകളാണ്, യുവതികളാണ് യൂത്ത് കോൺഗ്രസിന്റെ കമ്മിറ്റിയിലുള്ളത്. 250, 200, 250ഓളം ഭാരവാഹികളുള്ള കമ്മിറ്റിയിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അയാളുടെ ഓഫീസിലേക്ക് എത്ര സ്ത്രീകൾക്ക് വരേണ്ടി വരും? എത്ര യുവതികൾക്ക് വരേണ്ടി വരും? വിദ്യാർത്ഥിനികൾക്ക് വരേണ്ടി വരും? വീട്ടമ്മമാർക്ക് വരേണ്ടി വരും? അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർക്ക് MLA-യുമായി കാര്യങ്ങൾ ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടി വരില്ലേ? അങ്ങനെ സ്ത്രീകൾക്ക് കടന്നു വരാൻ കഴിയാത്ത ഒരു ഇടമായി ഈ പറയുന്ന പാലക്കാട് MLA-യുടെ ഓഫീസും അയാൾ നിൽക്കുന്ന ഇടവും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ അയാളെ പിന്നെയും MLA-ആയി അവിടെ തന്നെ നിർത്താൻ എന്ത് ധാർമ്മികതയുടെ പേരിലാണ് ഇവർക്ക് പറയാൻ സാധിക്കുക? ഇവർക്ക് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ബീഹാറിൽ നിന്ന് ബാംഗ്ലൂർ വഴി ഇന്ന് കേരളത്തിലെത്തി ഇയാൾക്ക് വേണ്ടി, മറ്റേ സൈക്കോപാത്തിന് വേണ്ടിയിട്ട് വാദിച്ച ഒരാളുണ്ടല്ലോ, പാലക്കാട് മുൻ MLA ആയിരുന്ന ഷാഫി പറമ്പിൽ എന്ന മനുഷ്യൻ. അയാൾക്ക് ഉളുപ്പ് എന്ന് പറയുന്ന ഒരു സാധനം അടുത്തുകൂടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇതുപോലെ വന്ന് ന്യായീകരിക്കാൻ ആരെങ്കിലും തയ്യാറാവോ? ബഹുമാന്യായ VD സതീശനും ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാട് ഒരു അല്പമെങ്കിലും മാറ്റമുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിച്ച ഘട്ടത്തിലാണ് ഒരു രക്ഷകനെ പോലെ ഇയാൾ ബീഹാറിൽ നിന്ന് ബാംഗ്ലൂർ വഴി കേരളത്തിലെത്തി ഈ വൃത്തികേടുകൾ മുഴുവൻ ചെയ്ത സൈക്കോപാത്തായിട്ടുള്ള ക്രിമിനൽ മെന്റാലിറ്റിയുള്ള ഒരു ജനപ്രതിനിധിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് എല്ലാ നാണകെട്ട രീതിയിൽ അയാളെ സഹായിക്കാൻ വേണ്ടി, അയാളെ സംരക്ഷിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് ഈ കേരളം കേട്ടത്. ഈ കേരളത്തിൽ പരാതി പറഞ്ഞൊരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുന്നില്ലേ? ഒന്നല്ല, ഒന്നിലധികം, 1, 2, 3, 4 എന്ന നിലയിൽ ധാരാളം പെൺകുട്ടികൾ, പരാതി പറഞ്ഞ പെൺകുട്ടികൾ അപ്പുറത്ത് നിൽക്കല്ലേ? അവർ ഇയാൾ പറയുന്നത്, ഇയാൾ ഒരു ജനപ്രതിനിധിയല്ലേ, ഒരു MP അല്ലേ? അയാൾ പറയുന്നത് ആ പെൺകുട്ടികൾ കേൾക്കുന്നുണ്ടാവില്ലേ? ആ പെൺകുട്ടികളെ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ടാവില്ലേ? റിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തുറന്ന് മുൻപിൽ വന്നു നിന്ന് മാധ്യമങ്ങളോട് പറയുന്നത് നമ്മൾ കേട്ടതല്ലേ? പിതാവിനെ പോലെയുള്ള പ്രതിപക്ഷ നേതാവിനോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്, എന്നിട്ടും ആ പറഞ്ഞതിന് ശേഷവും ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പോലും വീണ്ടും എൻ്റെ മെസ്സഞ്ചറിലേക്ക് മെസ്സേജ് അയച്ച സാഹചര്യമുണ്ടായി എന്നൊരു പെൺകുട്ടി നേരിട്ട് വന്ന് പരാതി പറഞ്ഞിട്ടും ഇയാളെ വീണ്ടും സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും നാണം കെട്ട ഒരു കൂട്ടമായി ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും, എത്ര യൂത്ത് കോൺഗ്രസ്സുകാരാണ് അപമാനഭാരം കൊണ്ട് തല താഴ്ത്തി കേരളത്തിൽ നിൽക്കുന്നതെന്ന് ഇവർ ഓർക്കണം. എത്ര കോൺഗ്രസ്സുകാരാണ് തലയുയർത്തി പിടിക്കാൻ കഴിയാതെ ഈ ജനങ്ങളുടെ മുമ്പിൽ, സ്ത്രീകളുടെ മുമ്പിൽ, അമ്മമാരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയാതെ എത്ര യൂത്ത് കോൺഗ്രസ്സുകാര് അപമാനഭാരത്തോടെ ഈ കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ ഈ പറയുന്ന ഷാഫി പറമ്പിലും VD സതീശനുമാണ്. VD സതീശൻ തന്റെ നിലപാടിൽ നിന്ന് മാറ്റം വരുത്തി ഒരു പക്വമായ നിലപാടിലേക്ക് വരാൻ തയ്യാറാകുന്നു എന്ന് കണ്ടപ്പോഴാണ് ഇദ്ദേഹം നേരെ ഫ്ലൈറ്റ് ഇറങ്ങി വന്നിട്ട് ഒരു പ്രശ്നവുമില്ല,
ഞങ്ങൾ അയാളെ പിന്നെ അയാൾ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറിയിട്ടുണ്ട്, അയാൾ രാജിവെക്കില്ല എന്ന് പറയുന്നത്? ഇവർ ഒരുമിച്ച് നടത്തിയ കുറെ പിന്നെ കേസുകളുണ്ട്, ഇവർ നടത്തിയ പണമിടപാടുകളുണ്ട്, ഇവർ നടത്തിയ വ്യാജ ID കാർഡ് ഉണ്ട്, ഇവർ നടത്തിയ പ്രളയ ഫണ്ട് മുക്കിയ കേസുണ്ട്, ഇവർക്ക് പിന്നെ ഇൻകാസ് വഴി 1 കോടിയോളം രൂപ പ്രളയ ഫണ്ട് സഹായത്തിന് കൊടുത്ത പൈസ മുക്കിയതിന്റെ പരാതി KPCC മുമ്പിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവിനും, നിങ്ങൾ ചോദിച്ചു ഒരു കോൺഗ്രസ്സുകാരൻ ഇങ്ങനെ പാടുമെന്ന് ചോദിച്ചു, കോൺഗ്രസ്സുകാരൻ എന്നല്ല, ഇവിടെയുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്നല്ല, ഒരു സാധാരണ മനുഷ്യനും ഒരു പെൺകുട്ടിയോടും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം നിരവധി പെൺകുട്ടികളോട് ചെയ്തതിന്റെ വാർത്തയാണ് പുറത്തു വരുന്നത്. എന്നിട്ട് ഒരു മര്യാദയുമില്ലാതെ, ഒരു ഉളുപ്പുമില്ലാതെ അതിന് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു. അതാണ് ശ്രീ ജോർജ് പൊടിപ്പാറയിലേക്ക് ഞാൻ പോകുന്നതിന് മുമ്പ് തൗഫീഖ് ഒരിക്കൽ കൂടി, അതായത് ഇന്നും ഈ രാജി ആവശ്യം സമ്മർദ്ദം ശക്തമാക്കുമ്പോൾ അവിടെ ഉയരുന്ന ചോദ്യം എന്നത് യൂത്ത് കോൺഗ്രസിന് വേണ്ടാത്ത ഒരാളെ എന്തിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൂടി ഭാഗമായിട്ടുള്ള ജനത ചുമക്കണമെന്ന ചോദ്യമാണ് ഈ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നത് തൗഫീഖ്. അഭിലാഷേ, ഞാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു, ഇവിടെ വലിയ രീതിയിൽ ധാർമ്മികതയെ കുറിച്ച് സംസാരിച്ച ഞങ്ങളുടെ പഴയ സഹപ്രവർത്തകനായുള്ള ജാനിബിനോട് ആദ്യം തന്നെ വളരെ സ്നേഹപൂർവ്വം വെപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ധാർമ്മികതയെ കുറിച്ച് പറയാൻ CPM-ന് എന്താണ് അവകാശം എന്നുള്ളതാണ് ആദ്യത്തോട് വളരെ കൃത്യമായി തന്നെ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. എത്രത്തോളം ആളുകൾക്കെതിരെയാണ്, എത്രത്തോളം CPM നേതാക്കൾക്കെതിരെയാണ് ആരോപണം ഉയർന്നത് എന്ന് സംബന്ധിച്ച് അങ്ങേക്ക് വളരെ കൃത്യമായി അറിയാമല്ലോ. ഇവിടെ തീവ്രത ൊന്നും ഞങ്ങൾ പാർട്ടി കമ്മീഷനെ വെച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഒന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അടക്കമുണ്ടാവുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെ കടകംപള്ളി സുരേന്ദ്രൻ, ഇവിടെ മുൻ മന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്, മുൻ സ്പീക്കർ ശ്രീ P ശ്രീരാമകൃഷ്ണൻ, ഒപ്പം തന്നെ ഇവിടെ KB ഗണേഷ് കുമാർ, AK ശശീന്ദ്രൻ, P ശശി, PK ശശി അടക്കം ഇവിടെ വലിയ നീണ്ട നിര തന്നെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഇപ്പോൾ എന്ത് വ്യത്യാസമാണ് കോൺഗ്രസിനും സ്വീകരിക്കാനുള്ളത്? ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് ഈ ആരോപണങ്ങളെ സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരം ആക്ഷേപങ്ങളിൽ അന്വേഷണം നടത്തുന്നു. അതുപോലെ പാർട്ടി പദവിയിൽ നിന്ന് അവരെ പാർട്ടി പദവിയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടോ? മണിക്കൂറുകൾക്കകം മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അവരെ ചേർത്ത് പിടിച്ച് പാർട്ടി അന്വേഷിക്കും എന്നുള്ള നിലപാടല്ലേ സ്വീകരിച്ചിട്ടുള്ളത്? തീവ്രത അളക്കാൻ ഒരു പാർട്ടി കമ്മീഷനെ വെച്ചിട്ട് അടക്കമുള്ള ആളുകൾ തീവ്രത പോരാ എന്ന് വിലയിരുത്തിയ സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് അഭിലാഷേ. അതൊന്നും മറന്ന് സംസാരിക്കരുത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്നുള്ളത്. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാവരുത്. അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള പരിശോധന വരും. അഭിലാഷേ, ഞാൻ അടക്കം വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, ഇതുമായി ബന്ധപ്പെട്ട് ഒരാൾ പരാതിയുമായി നിലവിൽ വന്നിട്ടില്ല. അത്തരത്തിൽ ഏതെങ്കിലും ഒരു യുവതി പരാതിയുമായി രംഗത്ത് വന്നാൽ, ഒഫീഷ്യൽ പരാതിയുമായി, പോലീസ് സ്റ്റേഷനിലുള്ള രേഖാമൂലമുള്ള പരാതിയുമായി രംഗത്ത് വന്നാൽ പാർട്ടി നേതൃത്വം അത് പരിശോധിച്ച ശേഷം പാർട്ടി ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതി ഉന്നയിച്ച യുവതിയോടൊപ്പം തന്നെ നിൽക്കുന്ന ഒരു സമീപനം സ്വീകരിക്കും. അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തിന് മുന്നിൽ ഒരു പരാതിയില്ല, ഞങ്ങളുടെ KPCC നേതൃത്വത്തിന് മുന്നിൽ ഒരു പരാതിയില്ല. തീർച്ചയായും താങ്കൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ താങ്കൾ ആ സാങ്കേതികത്വത്തിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അതിനെ ഞാൻ ചോദ്യം ചെയ്യുകയല്ല. പക്ഷേ സാങ്കേതികത്വം മാത്രമാണോ എന്നുള്ളതാണ്. ഈ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ മാധ്യമങ്ങളിലൂടെ ഒരു പെൺകുട്ടി വന്ന് നടത്തിയ വെളിപ്പെടുത്തൽ താങ്കൾ കേട്ടതല്ലേ? അത് മാത്രമല്ലേ, താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ VD സതീശനെ ടാർഗറ്റ് ചെയ്യുകയൊന്നുമല്ലെന്നേ. ഈ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴടക്കം, സ്ഥാനാർത്ഥി നിർണ്ണയിക്കുമ്പോഴടക്കം, ആ തെരഞ്ഞെടുപ്പിന്റെ ഉത്തരവാദിത്വമടക്കം പ്രതിപക്ഷ നേതാവ് അതിലെ വിജയപരാജയങ്ങളുടെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കേരളത്തോട് പറഞ്ഞതും ഓർമ്മ കാണുമല്ലോ. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെയൊരു നേതാവിന് നേരെ ഇതേ ഷാഫി പറമ്പിലും VD സതീശനും ഒക്കെയാണ് വലിയ തോതിൽ രാഹുൽ മാങ്കൂട്ടത്തലിന് വേണ്ടി വാദമുയർത്തിയത്, ശബ്ദമുയർത്തിയത് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലടക്കം, ക്യാമ്പയിനുകളുടെ ഭാഗമായി അടക്കം. അപ്പോൾ അങ്ങനെയുള്ള രാഹുലിനെതിരെ ഒരു വിമർശനം വരുമ്പോൾ സ്വാഭാവികമായും അവർക്കെന്തു മറുപടി പറയാനുണ്ട് എന്ന സംശയം ഉയരുക സ്വാഭാവികമല്ലേ? അഭിലാഷ്, എന്താ അവർ മറുപടി പറയാതാണോ ഇതുവരെ ഇരുന്നത്?
എല്ലാ ദിവസവും നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരാശങ്കയുടെ അടിസ്ഥാനമില്ലാതെ മറുപടി പറഞ്ഞ ആളുകളുടെ പേര് വി ഡി സതീശൻ എന്നും സണ്ണി ജോസഫ് എന്നും ഒക്കെയാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു ആശങ്കയുടെയും ഒരു പരാതിയുടെയും ഒരു ടെൻഷന്റെയും ഒരു പ്രതിസന്ധിയുടെയും പ്രസക്തി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറഞ്ഞല്ലോ അഭിലാഷേ, ഇവിടെ ധാർമ്മികത എന്ന് എനിക്ക് മുമ്പ് ആ സെന്റൻസ് പൂർത്തീകരിക്കാൻ അങ്ങ് അനുവദിച്ചില്ല. അതിനു മുമ്പാണ് അങ്ങ് ചോദ്യം ചോദിച്ചത്. ഈ ധാർമ്മികത എന്നൊക്കെ പറയുമ്പോ ആ ധാർമ്മികത എന്ന വാക്കുച്ചരിക്കാൻ യോഗ്യതയുള്ള ആളുകളാണോ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്ന് ആദ്യം ആത്മപരിശോധന നടത്തിയിട്ട് വേണം കോൺഗ്രസിന് നേരെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കാൻ. കോൺഗ്രസിന് നേരെ ഒരു വിരലാണ് ചൂണ്ടുന്നതെങ്കിൽ ബാക്കി 9 വിരലുകളും ചൂണ്ടുന്നത് CPM-ന് നേരെയാണ്, ഇടതുപക്ഷ നേരെയാണ്. അതിനപ്പുറത്തേക്ക് BJP വലിയ മുക്തമൊന്നുമല്ല. ഇവിടെ അറിയാം. ശരി, അത്തരം ആരോപണങ്ങളൊക്കെ നേരത്തെ പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവർക്ക് നേരെ ഉയർന്നിട്ടുണ്ട്. അത് നമ്മൾ ചർച്ച ചെയ്തതാണ്. അത് ചർച്ച ചെയ്തതുകൊണ്ടാണ് തൗഫീഖ് ഞാൻ ഇടപെടുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ തൗഫീഖ് പറയുന്ന വാദമുഖങ്ങൾ അത് കോൺഗ്രസിന്റെ വാദമുഖമാണ്. ഇന്നലെ KPCC-യുടെ അധ്യക്ഷൻ പറഞ്ഞതും ഇങ്ങനെയുള്ള ധാർമ്മികതയൊക്കെ അവകാശപ്പെടാൻ എന്ത് മാന്യതയാണ് ഇതിനു മുമ്പ് CPIM പുലർത്തിയിട്ടുള്ളത്? ഇത്തരം വിമർശനങ്ങൾ ഉയർന്നപ്പോൾ അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഞങ്ങളിതാ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നു, രാഹുൽ മാങ്കൂട്ടത്തിലിനെ അതുപോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോഴും ഇപ്പോഴത്തെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ, അതല്ല എങ്കിൽ വെളിപ്പെടുത്തലുകൾ, അതിനെ ഈ മട്ടിൽ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നത് കോൺഗ്രസിന് ശുഭകരമായിരിക്കുമോ? എന്നോടാണോ? അതെ, വളരെ കൃത്യമായിട്ട് പറയാം, ശുഭകരമായിരിക്കില്ല. കാരണം ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഒരു സാധാരണ വ്യക്തിക്കെതിരെ അല്ല ഈ ആരോപണങ്ങൾ വരുന്നത്. ഇത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവിയിലിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ രീതിയിൽ പോലും കണ്ടാൻ പറ്റില്ല. കാരണം സമീപകാല രാഷ്ട്രീയത്തിൽ, കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ മാധ്യമ ശ്രദ്ധ ആകർഷിച്ച, ഏറ്റവും കൂടുതൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഭരണപക്ഷത്തിനെതിരെ ഏറ്റവും ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രി അടക്കം തുറന്നു വിമർശിച്ച് സമരമുഖങ്ങളിലെല്ലാം വലിയ വീരനായകനായി ഈ പറഞ്ഞ സമര പരമ്പരകളിലൂടെ കേരളത്തിന്റെ ശ്രദ്ധ ആകർഷിച്ച, കേരളം ആരാധനയോടെ നോക്കിക്കണ്ട ഒരു യുവ നേതാവ്. അങ്ങനെയുള്ളൊരു യുവ നേതാവിനെതിരെ അദ്ദേഹം നിയമസഭാംഗമായി മാസങ്ങൾക്കകം ഈ രീതിയിൽ ആരോപണങ്ങൾ വരുന്നു. ഇത് കേവലമായൊരു ആരോപണമല്ല. ആ ആരോപണങ്ങൾ ഒരു പരമ്പര പോലെയാണ് വരുന്നത്. ഇപ്പൊ യുവനടി മുന്നോട്ട് വെച്ച ആരോപണങ്ങൾ, അതിന് ഈ പറഞ്ഞ തൗഫീഖ് പറഞ്ഞതുപോലെ കൃത്യമായ തെളിവുകളുണ്ടോ, അല്ലെങ്കിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ടോ, അവർ പേര് പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ന്യായവാദങ്ങൾ അല്ലെങ്കിൽ സാങ്കേതികത്വമൊക്കെ പറയാം. അതുപോലെ തന്നെ പ്രവാസി എഴുത്തുകാരി പറഞ്ഞതിനകത്തും അവർ തന്നെ പറയുന്നുണ്ട്, എന്നോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ല, പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ചാണ് ഞാൻ ഈ ചാറ്റ് ചെയ്യുന്നതെന്ന് അവരിൽ ചിലർ, ആ സുഹൃത്ത് സംഘത്തിൽപ്പെട്ട ചിലർ എന്നെ വിളിച്ചു പറഞ്ഞു. ഇതും വേണമെങ്കിൽ അത്ര ഗൗരവമുള്ള ഒരു സംഗതിയായിട്ട് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഈ മൂന്നാമത്തെ വിഷയം, അതായത് ഈ ഗർഭചിത്ര വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നിരിക്കുന്നു. ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ, ആ പെൺകുട്ടിയുടെ ആവശ്യത്തെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ എത്ര ഹീറ്റഡ് ആയിട്ടാണ് അദ്ദേഹം ആർഗ്യുമെന്റ് നടത്തുന്നത്. ഇത് ഇനിയും കൂടുതൽ വേറെയും പരാതികളുണ്ട് എന്ന് നമുക്കറിയാം. അത് നേരത്തെ ശ്രീകുമാർ മനയിൽ പറഞ്ഞതുപോലെ ഇനിയും ആരോപണങ്ങൾക്ക് അല്ലെങ്കിൽ ഇനിയും ഈ രീതിയിലുള്ള മോശം പെരുമാറ്റം അനുഭവിക്കേണ്ടി വന്ന കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് മാധ്യമ പ്രവർത്തകർക്കറിയാം. അതുപോലെ തന്നെ പാർട്ടിക്കകത്ത് VD സതീശനെ പോലുള്ള ആളുകളും ആ കാര്യം ഉൾക്കൊള്ളുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് പാർട്ടി ആദ്യം ചെയ്യാവുന്ന കാര്യം നന്നായി ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഞാൻ സ്വമേധയാ രാജിവെക്കുന്നു എന്നൊക്കെ അവകാശപ്പെടുന്നുണ്ടെങ്കിലും പാർട്ടി കൃത്യമായിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാകാം, രാജിയല്ലാതെ മറ്റൊരു പോംവഴിയില്ല, ആ കാര്യത്തിൽ ന്യായവാദങ്ങൾക്ക് നിൽക്കണ്ട, രാജിവെച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം. പാർട്ടിയുടെ നിർദ്ദേശം അദ്ദേഹം സ്വീകരിച്ചു. അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തി സ്വയം ന്യായീകരിച്ചുകൊണ്ടാണെങ്കിലും രാജിവെക്കുന്നു എന്ന് പ്രഖ്യാപിച്ചു. ആ രാജി സോ ഫാർ സോ ഗുഡ്. ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം, അതായത് പാർട്ടിയുടെ പദവിയാണോ, അതായത് പാർട്ടി പദവിയോടമോ അതിലപ്പുറമോ പ്രധാനമല്ലേ ഒരു MLA-യുടെ സ്ഥാനം? MLA എന്ന് പറയുന്നത് അദ്ദേഹം MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട നിമിഷം മുതൽ അദ്ദേഹം പാർട്ടിയുടെ മാത്രം ഒരു സ്വത്തല്ല, അദ്ദേഹം ഈ സമൂഹത്തിന്റെ പൊതു സ്വത്താണ്. നേരത്തെ ഷാനിബ് പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ അടുത്ത് എല്ലാവർക്കും പോകേണ്ടി വരും,
അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പൊതുസമൂഹത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ജെൻഡറിൽപ്പെട്ടവർക്കും പോകേണ്ടി വരും, ചെറുപ്പക്കാർ പോകേണ്ടി വരും, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പോകും, ഇതെല്ലാം പോകേണ്ടി വരും. ഇങ്ങനെ കളങ്കിതനായ ഒരു വ്യക്തികൾ ആ സ്ഥാനത്തിരിക്കുമ്പോൾ അത് എത്രത്തോളം പാർട്ടിക്ക്, ഇവിടുത്തെ പ്രധാന പ്രശ്നം സാങ്കേതികത്വം പറയുകയാണെങ്കിൽ ശരിയാണ്, ജനപ്രാതിനിധ്യ നിയമമൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറയാം അദ്ദേഹത്തിനെതിരെ പരാതിയില്ല, പോലീസ് കേസില്ല, FIR ഇല്ല, കോടതിയിൽ ഒന്നുമില്ല, അദ്ദേഹം എന്തിനു രാജിവെക്കണം എന്ന ചോദ്യമൊക്കെ പ്രസക്തമാണ്, അങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ എൻ്റെ മനസ്സിലുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് കൃത്യമായൊരു ധാർമ്മികതയുണ്ട്. CPM എന്ത് ചെയ്തു അല്ലെങ്കിൽ BJP എന്ത് ചെയ്തു എന്നതിനപ്പുറത്ത് കോൺഗ്രസ് എന്ത് ചെയ്യുന്നു എന്നൊരു വലിയ ചോദ്യമുണ്ട്. ഇപ്പൊ CPM-നെ പോലെയല്ല ഞങ്ങളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്നവരാണല്ലോ കോൺഗ്രസ് നേതാക്കൾ. അങ്ങനെയെങ്കിൽ CPM നേതാക്കൾ ന്യായീകരിച്ച് പലരെയും വെളുപ്പിക്കുന്നുണ്ട്, അത് നമുക്കറിയാം. ഈ പറഞ്ഞ പട്ടികയിൽ തൗഫീഖ് രാജ് പറഞ്ഞ ആളുകളുടെ പട്ടിക വളരെ വലുതാണ്. അവരെയെല്ലാം സംരക്ഷിക്കുന്ന, അവരെയെല്ലാം ന്യായീകരിച്ച് കുറ്റം ചെയ്ത് വേറെ വല്ലവരും ആണോ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്കൊക്കെ എത്തിച്ചതൊക്കെ നമുക്കറിയാം. മന്ത്രിമാരുണ്ട് ആ കൂട്ടത്തില്, അതുപോലെ തന്നെ മുൻമന്ത്രിമാരുണ്ട് ആ കൂട്ടത്തില്, MLA മാരുണ്ട്. ഇതെല്ലാം ശരിയാണ്. ആ ന്യായങ്ങളൊന്നും അപ്രസക്തമാണെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് 2 തെരഞ്ഞെടുപ്പുകൾ അടുത്ത് വരികയാണ്. 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയം ഏറ്റുവാങ്ങിയ ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDF-ഉം. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിലേക്ക്, രാഷ്ട്രീയ പോരാട്ടങ്ങളിലേക്ക് പാർട്ടി കടക്കുന്ന ഘട്ടത്തിൽ ഇത്രയും ഇമേജ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ സ്ഥാനത്തിരുന്ന് കേരള സമൂഹത്തിന്റെ കണ്ണും കാതും ആകർഷിച്ച് അതായത് വളരെ പെട്ടെന്ന് മിന്നൽ വേഗത്തിൽ വലിയ നേതൃപദവിയിലേക്കും അംഗീകാരത്തിലേക്കും അതുപോലെ തന്നെ സ്ഥാനലബ്ധികളിലേക്കൊക്കെ എത്തിച്ചേർന്ന ഈ ചെറുപ്പക്കാരനായ നേതാവിനെതിരെ നേരത്തെ നിങ്ങൾ പലരും സൂചിപ്പിച്ചതുപോലെ 1 ആരോപണമല്ല, 2 ആരോപണമല്ല, 3 ആരോപണമല്ല, ആരോപണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇങ്ങനെ ഉയർന്നു വരികയാണ്. ഈ ഘട്ടത്തിൽ ന്യായവാദങ്ങൾക്കാണോ പ്രസക്തി, രാഷ്ട്രീയ സദാചാരത്തിനും രാഷ്ട്രീയ ധാർമ്മികതയ്ക്കും പൊതുജന മനസാക്ഷിയുടെ മുമ്പിൽ സ്വയം, അതായത് ഒരു മാതൃക കാണിക്കുന്നത് ആണോ കോൺഗ്രസിന് ഉത്തമം, UDF-ന് ഉത്തമം എന്നുള്ളതാണ് $1 മില്യൺ ക്വസ്റ്റ്യൻ. റൈറ്റ്. അതോടൊപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ, മറ്റൊന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പദവി ഒഴിയുമ്പോഴും താങ്കൾ ഈ സൂചിപ്പിച്ചതുപോലെ, അതായത് സർക്കാരിനെതിരായ പോരാട്ടം കനപ്പിക്കേണ്ട സമയമാണ്, കോൺഗ്രസ് ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. അവിടെ തനിക്കെതിരെ വന്നിട്ടുള്ള വിവാദങ്ങളിൽ അതിൻ്റെ ന്യായീകരണങ്ങളിലേക്കോ ചർച്ചയിലേക്കോ പോയി കോൺഗ്രസ് സമയം കളയാനില്ല, അതുകൊണ്ട് താൻ പദവി ഒഴിയുന്നു എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സൂചിപ്പിക്കുന്നത് പോലെ ഒന്നിന് പിന്നാലെ ഒന്നായി വെളിപ്പെടുത്തലുകൾ ഇങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കാനും അതിനെ ന്യായീകരിക്കാനും സംസാരിക്കാനും വേണ്ടി ചുമതലപ്പെടുത്തേണ്ട അല്ലെങ്കിൽ ചുമതലയായി സ്വയം ബാധ്യതയായി മാറുന്ന കോൺഗ്രസിനെയല്ലേ നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇവിടുത്തെ പ്രശ്നം എന്താണ് അഭിലാഷേ? യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ എന്താ പറയാ, ഇപ്പൊ എത്തിപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിലൂടെ പ്രതിക്കൂട്ടിലാകുന്നത്, വലിയ പ്രതിസന്ധിയിലാകുന്നത് പാർട്ടിയാണ്. ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിക്കുന്ന പ്രധാന മുഖങ്ങൾക്ക് നേരെയാണ് വലിയ ആരോപണങ്ങൾ വരുന്നത്. ഇപ്പൊ ഷാനിബ് തന്നെ എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം സംസാരിച്ചത് പറഞ്ഞ നമ്മുടെ ഷാഫി പറമ്പിലിനെതിരെയാണ്. ഒപ്പം ഒരു വലിയ അളവിൽ VD സതീശനെതിരെയാണ്. അതുതന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം ന്യായീകരിച്ച്, അദ്ദേഹത്തെ പാർട്ടി ന്യായീകരിച്ച് ന്യായവാദങ്ങൾ മുന്നോട്ട് വെച്ച് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ശ്രമിക്കും തോറും പാർട്ടി കൂടുതൽ വിഷമവൃത്തത്തിലേക്ക് എത്തിപ്പെടും. പാർട്ടിക്ക് ന്യായീകരിച്ച് നിൽക്കും. പൊതുസമൂഹത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ ഈ ന്യായവാദങ്ങൾ വിലപ്പോവില്ല. അങ്ങനെ വിലപ്പോയാൽ പോലും അത് ന്യായവാദങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. അവരാഗ്രഹിക്കുന്നത് ഈ ചെറുപ്പക്കാരന് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയൊന്നും ഈ ചെറുപ്പക്കാരനിൽ നിന്ന് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചിട്ടില്ല, ഇത് വല്ലാത്തൊരു ചതിയായി പോയല്ലോ, ചെയ്തായി പോയല്ലോ എന്ന് കരുതുന്നവരാണ് കേരള സമൂഹത്തിൽ കൂടുതലുള്ളത്. അത് മാത്രമല്ല, ഇതിൽ ശ്രീ ജോർജ് പൊടിപ്പാറ ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഇപ്പോൾ ഷാനിബ് അദ്ദേഹം ഈ ചർച്ചയുടെ ഭാഗമായിരിക്കുന്നുണ്ട്. CPM-നെ അടക്കം പരിശോധിക്കുമ്പോൾ അവർക്കൊരു കേഡർ സംവിധാനമുണ്ട്. ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തെ പ്രതിരോധിക്കാനൊക്കെ അവരുടെ സംഘടിതമായ ആ ശക്തിയെ കൃത്യമായി പ്രയോജനപ്പെടുത്താറുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ശക്തി കോൺഗ്രസിന് തന്നെ ഉണ്ടോ എന്ന സംശയമില്ലേ? അതായത് രാഹുൽ മാങ്കൂട്ടം എന്ന ഒരു പേരിന് പിന്നാലെ പോകുമ്പോൾ അത് മറുഭാഗത്ത് പാർട്ടിയുടെ മുഴുവൻ സാധ്യതകളെയും അടച്ചു കളയുന്നു എന്ന വിമർശനം ആ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
എനിക്കൊരല്പം സമയം തന്നെ ആ. ആ പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത് അഭിലാഷേ. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഒരു വ്യക്തിയെ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ വേണ്ടി, ആ വ്യക്തിയെ ന്യായീകരിക്കാനും ആ വ്യക്തിയെ സംരക്ഷിക്കാനും വേണ്ടി പാർട്ടി സംവിധാനം അപ്പാടെ പ്രവർത്തിച്ചാൽ ആത്യന്തികമായിട്ട് വരാനിരിക്കുന്ന വലിയ രാഷ്ട്രീയ യുദ്ധത്തിൽ പാർട്ടിക്ക് നേട്ടമാണോ കോട്ടമാണോ ഉണ്ടാകുക? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതായത് ഒരു പാർട്ടി എന്ന നിലയ്ക്ക് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുന്നണി എന്ന നിലയ്ക്ക് UDF-നെ സംബന്ധിച്ചിടത്തോളം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അദ്ദേഹം നല്ല നിലയിൽ അദ്ദേഹം ഇതുവരെ സൃഷ്ടിച്ച ആ ഒരു ഇമേജുമായിട്ട് നല്ല ഒരു പ്രതിച്ഛായയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇറ്റ്സ് വെരി ഗുഡ്, നല്ലതാണ്. നേരെ മറിച്ച് ഇത്തരം ഒരു പ്രതിച്ഛായയുമായിട്ട് നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന നേതാവാകട്ടെ അല്ലെങ്കിൽ ആ പാർട്ടി മെമ്പർ ആവട്ടെ, ഈ പാർട്ടിക്ക് ഒരു ബാധ്യതയായി തീരില്ലേ? വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഉയരാൻ പോകുന്നത് ഇതാണ്. മാത്രമല്ല, നാളെ ഉയരാനിരിക്കുന്ന സമര പരമ്പരകൾ, അതിനെ പാർട്ടി എത്രത്തോളം നേരിടാൻ കഴിയും? അപ്പൊ അങ്ങനെ വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചാൽ തീർച്ചയായിട്ടും ഈ സമരങ്ങളുടെ തീവ്രത കുറയും, വീര്യം കുറയും. അവർക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, കോൺഗ്രസിന് കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ പറയാം, നിങ്ങളുടെ പാർട്ടിയല്ല, ഈ പാർട്ടി വ്യത്യസ്തമാണ്. ഇതുവരെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അഭിലാഷ് പറഞ്ഞ അവർക്ക് വലിയ ന്യായീകരണ സംവിധാനങ്ങളുണ്ട്, പാർട്ടി കേഡറുണ്ട്. അവരത് ഒറ്റക്കെട്ടായി നിന്ന് ഒറ്റക്കെട്ടായാലും ഇരട്ടക്കെട്ടായാലും ഇതിനകത്തെ പ്രധാന പ്രശ്നം തെറ്റ് ആര് ചെയ്താലും തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവും വേണം. അത് CPM-നും ഉണ്ടാവേണ്ടതാണ്. CPM ബാക്കിയുള്ളവരുടെ കാര്യം പറയുമ്പോൾ മാത്രം വലിയ വലിയ ആർഷഭാരതവും ഭരണശാലയും പറയും. സ്വന്തം കാര്യം പറയുമ്പോൾ പാർട്ടി അന്വേഷണമാണ്, ആ പീഡനത്തിന് തീവ്രത കുറവാണ് എന്ന് പറഞ്ഞ് പാർട്ടി തന്നെ അന്വേഷണ കമ്മിറ്റി വെക്കും. ഞങ്ങൾക്ക് സ്വന്തം സംവിധാനം ഉണ്ടെന്ന് പറയുന്നു. അതിന് ഈ പറഞ്ഞ കേഡർ സംവിധാനത്തിന്റെ ഒരു ശക്തി ഉപയോഗിക്കുന്നു, ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കുന്നു. ശരിയല്ല, ന്യായമല്ല, അംഗീകരിക്കാനും പറ്റില്ല. പക്ഷെ എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ പ്രധാനം UDF-ഉം കോൺഗ്രസുമാണ്. കോൺഗ്രസ് ആലോചിക്കേണ്ടത് രാഹുലിനെ ന്യായീകരിക്കുന്നത് വഴി അൾട്ടിമേറ്റ് ആയിട്ട് ഈ പാർട്ടിയുടെ സാധ്യതകളെ അത് എത്രത്തോളം ബാധിക്കും, അത് ഗുണമാണോ ദോഷമാണോ? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ച് വെളുപ്പിക്കുന്നത് കൊണ്ട് വീണ്ടും വീണ്ടും ആരോപണങ്ങളുടെ പ്രവാഹം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ അല്പമെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, പാർട്ടിയിൽ നിന്ന് അദ്ദേഹം ഇത്രയും കാലം നേടിയതിന് എന്തെങ്കിലും ഒരു പ്രതിനന്ദി ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അദ്ദേഹം പാർട്ടിയുടെ പ്രേരണ കൂടാതെ തന്നെ അദ്ദേഹം ഉയർന്ന ആ ഒരു എന്താ പറയാ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് സ്നേഹപൂർവ്വം എനിക്ക് അദ്ദേഹം. അതിന് രാഹുൽ തുനിയുമോ അതെയോ രാഹുലിനെ കൊണ്ട് രാജിവെപ്പിക്കുമോ? ഇതിലൊക്കെ ഇനിയും അറിയേണ്ടതുണ്ട് കാര്യങ്ങൾ. ഇന്ന് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒരുപക്ഷെ വ്യക്തത വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ശ്രീ ഷാനിബ്, ഒരു കാര്യം കൂടിയുള്ളത്, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലടക്കം വനിതാ കമ്മീഷൻ മുകേഷുമായി ബന്ധപ്പെട്ട് നടത്തിയ പരാമർശം ഉൾപ്പെടെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ്. പക്ഷേ ഇതാ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഔദ്യോഗികമായ ഒരു പരാതി നമ്മുടെ നിയമ സംവിധാനത്തിന് മുന്നിലില്ല. അത് ആ വനിതാ കമ്മീഷന് മുന്നിലോ അല്ലെങ്കിൽ പോലീസിന് മുന്നിലോ ഒന്നുമില്ല എന്നുള്ളതാണ്. ഇപ്പോഴിതാ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോഴടക്കം അതിൻ്റെ ഇരട്ടത്താപ്പാണ് ഉയർത്തിക്കാണിക്കുന്നത്. അങ്ങനെയുള്ള പ്രതിരോധങ്ങൾ തീർക്കുവാനും കോൺഗ്രസിന് സാധിക്കുന്നുണ്ട്, അത് ചെറുതാണ് എങ്കിൽ പോലും. അത് ഒരു പക്ഷേ ഈ മുൻ പശ്ചാത്തലം, നേരത്തെ ശ്രീ ജോർജ് പൊടിപ്പാറയൊക്കെ സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നത് കൊണ്ടായി മാറുന്നില്ലേ? അങ്ങനെ ഒരു പശ്ചാത്തലത്തെ കുറിച്ച് ഒരു ചർച്ച നടത്തേണ്ട ഒരു സമയമേ അല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായും. കാരണം ഒരു നമ്മുടെ മുമ്പിൽ ഒരു പെൺകുട്ടി അപ്പുറത്ത് സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ ശാരീരികമായ അവശതകളും മാനസികമായ പിരിമുറുക്കവും കൊണ്ട് ഒരു പെൺകുട്ടി അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ആ പെൺകുട്ടി പറഞ്ഞ ചില കാര്യങ്ങളാണ്. നമ്മൾ എങ്ങനെയാണ് ഒരു വിഷയം വരുമ്പോ നമ്മൾ പറയേണ്ടത് മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടില്ലേ എന്ന് പറഞ്ഞാൽ നാളെ ആർക്കാണ് ഇത്തരത്തിലുള്ള പരാതികളുമായിട്ട് മുമ്പോട്ട് വരാൻ കഴിയുന്നത്? ഇപ്പൊ മുകേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതും ഈ പറഞ്ഞതുപോലെ കേസില്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ പരിശോധിച്ചിട്ടില്ല. പക്ഷെ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമേ അല്ല. നമ്മുടെ മുമ്പിൽ ഒന്നിനു പുറകെ ഒന്നായി. ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തക്ക കാരണം അതുപോരെ MLA സ്ഥാനത്ത് നിന്ന് ഒരാളെ മാറ്റാൻ? യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കാൻ പറ്റാത്ത, ഒരു 10-200 പേരുടെ പ്രസിഡന്റ് ആയിരിക്കാൻ പറ്റാത്ത ഒരാൾ. അല്ല, അതിനാണ് അവർ പറയുന്ന ന്യായം. ഞങ്ങൾ അതെങ്കിലും ചെയ്തു, നിങ്ങൾ അതും ചെയ്യുന്നില്ലല്ലോ, ഇത് ഞങ്ങളുടെ ധാർമ്മികതയുടെ പുറത്ത് ചെയ്യുന്നു എന്നുള്ള ന്യായമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതെ, ആ ന്യായം ഞാൻ പറയുന്ന ആ ന്യായം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ജനങ്ങൾ അത് കേട്ടുകൊണ്ടേയിരിക്കണം. ഈ പരാതി പറഞ്ഞ പെൺകുട്ടികളടക്കം അല്ലെങ്കിൽ ഈ അനുഭവിച്ച പെൺകുട്ടികളും
അതുപോലെ ഈ പറഞ്ഞ ആളുകളുടെയൊക്കെ സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യുന്ന ഈ നാട്ടിലെ അമ്മമാരും സഹോദരിമാരും ഒക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടണം. ഇന്ന് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ പാലക്കാട് നിന്ന് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് സെക്രട്ടറി രാജിവെച്ച് തിരിച്ച് അടൂരിലേക്ക് പോയിക്കോളണം എന്ന് കോൺഗ്രസിന്റെ ഒരു ബ്ലോക്ക് സെക്രട്ടറി സോഷ്യൽ മീഡിയയിലൂടെ വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇന്ന് പകൽ പിന്നെ ഷാഫി പറമ്പിലിന്റെ പ്രതികരണം വരികയാണ്. പരാതിയുടെ പരിസരം എന്താണ് ഈ പരാതിയുടെ പരിസരത്ത് ഞങ്ങൾ തീരുമാനിച്ചു. എനിക്ക് അതെന്താ മനസ്സിലായിട്ടില്ല. എന്ത് പരാതിയുടെ പരിസരം? പിന്നെ ഞാൻ പറയുന്നത് അതൊക്കെ ശരി തന്നെ. പാലക്കാടിന്റെ പരിസരത്തേക്ക് MLA ആണ് എന്ന് പറഞ്ഞ് പാലക്കാടിന്റെ പരിസരത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈ പിടിച്ച് വരാൻ ഷാഫി പറമ്പിൽ തുനിഞ്ഞാൽ ഇവിടുത്തെ സ്ത്രീകളുടെ കൈയിന്റെ ചൂടെന്താണ് എന്ന് അദ്ദേഹത്തിന് അറിയേണ്ടി വരും. ഇവിടെ ഈ പാലക്കാടിന്റെ ചരിത്രം, സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ കൈക്കുഞ്ഞിനെ എടുത്ത് ജയിലിലേക്ക് പോയ AV കുട്ടിമാളു അമ്മയെ പോലെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാരമ്പര്യമുള്ള മണ്ണാണ് പാലക്കാട്. ഈ പാലക്കാട് വന്നിട്ട് സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ ഒരുത്തനെ ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് കൊണ്ടുവന്നാൽ ഇവിടുത്തെ ജനങ്ങൾ അതിന് മറുപടി പറയുമെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതാണ് ശ്രീ തൗഫീഖ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന നേതാവിന് കൃത്യമായി മാധ്യമങ്ങളെ കാണാനോ, താങ്കൾ സൂചിപ്പിച്ചു കാണേണ്ട സമയത്ത് കാണേണ്ട പോലെ കാണുമെന്ന് പറയുമ്പോഴും എവിടെയാണ് രാഹുൽ എന്നത് താങ്കൾക്കും അറിയാമല്ലോ. ഈ പറയുന്നത് പോലെ ജനങ്ങൾക്ക് എതിർപ്പില്ല എങ്കിൽ, മണ്ഡലത്തിലെ ജനങ്ങൾ രാഹുലിനോടൊപ്പമാണെങ്കിൽ ആ മണ്ഡലത്തിലെങ്കിലും തുടരാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകും. രാഹുലിനെ പോലെ ഒരാൾക്ക് ഇനി എത്രത്തോളം ഈ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും എന്ന ചോദ്യവും പ്രസക്തമാകുന്നില്ലേ? അതിന് കോൺഗ്രസിന് മറുപടി നൽകേണ്ടതായി വരില്ലേ? അവിടെ MLA സ്ഥാനത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ രാഹുലിനെ തുടരാൻ അനുവദിക്കുക, അത് സാധ്യമാകുന്ന ഒന്നാണോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം? ഇവിടെ അഭിലാഷേ, രാഹുൽ മാങ്കൂട്ടം പാലക്കാട് MLA ആണ്. ആ രാഹുൽ മാങ്കൂട്ടം ഓട് പൊളിച്ച് MLA ആയ ആളല്ല. വളരെ കൃത്യമായി വലിയ ഭൂരിപക്ഷത്തിൽ ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് പാലക്കാട്ടെ ബഹുമാനരായ സമ്മതിദായകർ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച ജനപ്രതിനിധിയുടെ പേരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈകാര്യം ചെയ്ത് കളയുന്നതൊന്നും ആരും ഭീഷണിയൊന്നും പെടുത്തണ്ട. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആണെങ്കിൽ പാലക്കാട്ടെ പരിപാടികളിൽ പങ്കെടുക്കും. പാലക്കാട്ടെ MLA എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം വരും ദിവസങ്ങളിൽ നിറവേറ്റുക തന്നെ ചെയ്യും. അക്കാര്യത്തിൽ ആർക്കും ഒരു ആശങ്കയൊന്നും വേണ്ട. ഭീഷണിയുടെ സ്വരമൊന്നും ഇങ്ങോട്ട് വേണ്ട എന്നുള്ളത് ആമുഖമായി സൂചിപ്പിക്കട്ടെ. സ്വാഭാവികമായിട്ട് ഇവിടെ അങ്ങടക്കം സൂചിപ്പിച്ചു, വളരെ കൃത്യമായി കോൺഗ്രസിന് നേരെ ശരങ്ങൾ ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്തുകൊണ്ട് MLA സ്ഥാനം രാജിവെക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. എന്തുകൊണ്ട് CPM അങ്ങനെ ചെയ്തു, അതുകൊണ്ട് കോൺഗ്രസും ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ള നിലപാടാണോ സ്വീകരിക്കേണ്ടത് എന്ന് ചോദിക്കുന്നു. ഇവിടെ വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു അഭിലാഷ, ഈ കാര്യം വളരെ കൃത്യമായി പരിശോധിക്കും, വിഷയം ഗൗരവമായി പരിശോധിക്കുമെന്ന് പറഞ്ഞ നേതാവിന്റെ പേര് VD സതീശൻ എന്ന, അത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാ. വരും ദിവസങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങയോട് ഈ ചർച്ചയ്ക്ക് മുൻപ് തന്നെ പറഞ്ഞു, നിലവിൽ ഒരു യുവതിയും രേഖാമൂലം ഞങ്ങൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ ഹിയർസേ എവിടെ നിന്നെങ്കിലും പറയുന്ന ആരോപണങ്ങൾ നിന്ന്, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് മാത്രം പറയുന്ന ആരോപണങ്ങളുടെ പിന്നാലെ പോയി രാഹുൽ മാങ്കൂട്ടത്തിനെ ക്രൂശിക്കണം എന്ന് പറയുന്നത് അർത്ഥമില്ല. നേരെ മറിച്ച് അവർ ഉന്നയിക്കുന്ന ഇത്തരത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ ആശങ്കകൾ ഉണ്ടെങ്കിൽ, അവർക്ക് ഏതെങ്കിലും തരത്തിൽ പരാതികൾ ഉണ്ടെങ്കിൽ അവർ രേഖാമൂലം പരാതി കൊടുക്കാൻ തയ്യാറാവണം. അത്തരത്തിൽ പരാതി കൊടുത്താൽ അവർ ഉന്നയിക്കുന്ന പരാതിയിൽ അടിസ്ഥാനമുണ്ട്, ജെനുവിനാണ് എന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം അവർക്കൊപ്പം നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കും. എന്റെ അഭിലാഷേ, ഇവിടെ കേരളം ഭരിക്കുന്നത് ആരാ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയല്ലേ? CPM അല്ലേ ആ ഭരണത്തിന് നേതൃത്വം നൽകുന്നത്? ആഭ്യന്തര വകുപ്പ് ആരുടെ കയ്യില? CPM-ന്റെ കയ്യിലല്ലേ? ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ പേരെന്താ? പിണറായി വിജയൻ എന്നല്ലേ? എന്തേ അഭിലാഷേ, ഇത്ര ദിവസമായല്ലോ ആരോപണം വന്നിട്ട് അവർ സ്വമേധയാ കേസെടുക്കാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടാ? സ്വാഭാവികമായിട്ടും നിയമപരമായി തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള ഘട്ടമുള്ളത് കൊണ്ട് ഈ തരത്തിലുള്ള സമീപനവുമായി മുന്നോട്ട് പോയാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു നിലപാട്, ഇല്ലെങ്കിൽ കൃത്യമായ തരത്തിലുള്ള ഒരു സമീപനം രാഹുൽ മാങ്കൂട്ടത്തിൽ വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. വനിതാ കമ്മീഷൻ കേസെടുത്തു കഴിഞ്ഞു. അല്ല അഭിലാഷേ, വനിതാ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ടെങ്കിൽ അവർ അന്വേഷിക്കട്ടെ. വനിതാ കമ്മീഷൻ അന്വേഷിക്കട്ടെ. അത് കോൺഗ്രസ് ഒന്നും അല്ലല്ലോ വനിതാ കമ്മീഷനെ നിയന്ത്രിക്കുന്നത്, ഈ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരല്ലേ. സ്വാഭാവികമായിട്ടും അവർ വരും ദിവസങ്ങളിൽ അന്വേഷിക്കട്ടെ, അവർ റിപ്പോർട്ട് വരട്ടെ. ആ റിപ്പോർട്ട് വരുന്ന ഘട്ടത്തിൽ കൃത്യമായ തരത്തിലുള്ള ഇപ്പോൾ ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാണ്. അപ്പോഴും താങ്കൾ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന MLA-യുമായി തന്നെ കോൺഗ്രസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
രാഹുൽ മാങ്കൂട്ടം MLA ആയി തുടരേണ്ട ദിവസം വരെ ആ ഉത്തരവാദിത്വവുമായി അദ്ദേഹം ഉണ്ടാകും. പാർട്ടി നേതൃത്വം തീരുമാനിക്കുന്നത് വരെ അദ്ദേഹം പാലക്കാട് MLA ആയി തുടരും. ശരി, എന്തായാലും ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഞങ്ങൾ 2 മണിക്കൂർ മുമ്പാണ് രാജിയില്ല എന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാടിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ഓൺലൈൻ വഴി പ്രേക്ഷകരോട് ചോദ്യം ചോദിച്ചത്. 24K, അതായത് 24,000-ലധികം ആളുകൾ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ രാഹുൽ രാജിവെക്കേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു. അതിനോട് യോജിക്കുകയാണ്. അത് 60% എന്നതാണ് പ്രേക്ഷകരുടെ അഭിപ്രായമാണ് ഞങ്ങൾ സത്യസന്ധമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഒരു പക്ഷേ ഇതിൽ ആർക്ക് വേണമെങ്കിലും പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, വോട്ട് ചെയ്യാം. എന്തായാലും യെസ് എന്ന അഭിപ്രായം 60% ആളുകൾ രേഖപ്പെടുത്തുമ്പോൾ വിയോജിക്കുന്നത് 37%, 3% നിഷ്പക്ഷം ആയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. രാജിയില്ല എന്ന നിലപാടുമായി രാഹുൽ മാങ്കൂട്ടം പോകുമ്പോൾ ഇന്ന് അടിയന്തരമായി വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിലപാട് വ്യത്യാസമുണ്ടോ എന്നതെല്ലാവരും ഉറ്റുനോക്കിയതാണ്. പക്ഷേ ആ വാർത്താ സമ്മേളനം റദ്ദാക്കിയ സാഹചര്യമാണ്. ഒപ്പം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ BJPയും അതോടൊപ്പം തന്നെ CPIഎമ്മും രാജി ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അപ്പോഴും കോൺഗ്രസിന് പ്രതിരോധം തീർക്കുന്നത് പരാതിയുമായി ഒരു പെൺകുട്ടിയും ഇപ്പോഴും നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.